السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനരായ ഉലമാക്കൾ, സ്നേഹം നിറഞ്ഞ ഉമറാക്കൾ, സഹോദരന്മാർ, ഒരു പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനരായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ സുദീർഘമായ യാത്രയും ഇന്ന് രാവിലെ മുതലേ നിരന്തരമായ പരിപാടികളും ഇനി നാളെയും പരിപാടിയാണ്. വളരെ ക്ഷീണിതനായതുകൊണ്ട് തന്നെ പ്രസംഗത്തിൻ്റെ അവസരം ഇപ്പോഴില്ല. ഖുറത്തു സാദാത്ത്, അള്ളാഹു അവരുടെ ദർജകൾ ഏറ്റിക്കൊടുക്കട്ടെ. അതിനു മുമ്പ് താജുൽ ഉലമ, അള്ളാഹു അവരുടെ മഹത്തായ ദർജകൾ ഏറ്റിക്കൊടുക്കട്ടെ. അവരെല്ലാം ഈ നാടിന് നേതൃത്വം കൊടുത്ത് ഖുറത്തു സാദാത്തിൻ്റെ ആകസ്മികമായ വിയോഗം ഈ ഉമ്മത്തിനേൽപ്പിച്ച ആഘാതത്തിനൊരു പരിഹാരമാണ്. ഈ നാട്ടുകാരായ മുഴുവൻ ആളുകളും ഒന്നിച്ചാവശ്യപ്പെട്ടപ്പോൾ ഈ പ്രായാധിക്യത്തിലും ഉസ്താദ് അവർകൾ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ഖാദി എന്ന് പറയുന്നത് ഔദ്യോഗികമായ ഒരു തസ്തികയാണ്. ഗവൺമെൻറ്റുകളുടെ കീഴിലാണെങ്കിൽ കൃത്യമായ വിധി പറയാനും അത് തീരുമാനമാക്കാനുമുള്ളതാണ് ഖാദിമാർ. അവിടെ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഉണ്ടാകും. എന്നാൽ മുസ്ലിം ഖാദി എന്ന് ഇന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശ്യം മുസ്ലിംകളുടെ മതപരമായ കാര്യങ്ങളിലും അവരുടെ ക്രിമിനൽ അല്ലാത്ത പൊതുകാര്യങ്ങളിലും ഉള്ള തീരുമാനങ്ങൾ പറയുക എന്നുള്ളതാണ്. ഒരു ഖാദി ഒരേ നാട്ടിൽ ഒരുപാട് നാടുകളിൽ ഖാദിയാകുന്ന രീതിയാണ് യഥാർത്ഥത്തിൽ പഴയ കാലത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിരുന്നത്. ബാലഗോപാലാചാര്യ എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യക്കാരൻ ഒരാളെ ഇന്ത്യയുടെ സുപ്രീം കോർട്ട് ജഡ്ജിയായി നിയമിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്തുകൊണ്ട് ഡൽഹിയിൽ നിന്ന്, കൊൽക്കത്തയിൽ നിന്ന്, അന്ന് ആസ്ഥാനം കൊൽക്കത്തയിലാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഹി ഈസ് ദ ഫസ്റ്റ് ജസ്റ്റിസ്, ചീഫ് ജസ്റ്റിസ് ഫ്രം സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഖാദിയാണ് എന്ന് പറഞ്ഞപ്പോൾ ബാലഗോപാചാര്യ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ ആദ്യത്തെ ജസ്റ്റിസ് അല്ല. ആളുകളെ സ്ഥിരപ്പെടുത്തുകയും അങ്ങനെ അവർക്ക് അംഗീകാരം കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം സ്വാതന്ത്ര്യം വന്നതിന് ശേഷവും ആ ഖാദിയുടെ രീതി നമ്മൾ തുടരുകയാണ്. ഖാദിയെ തുടരുമ്പോൾ ഓരോ നാട്ടിലെയും അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് അവർ ഖാദിയായി ബൈഅത്ത് ചെയ്യുന്നു. ആ രീതിയാണ് ഉള്ളത്. ഇന്ന് വളരെ നേരത്തെ ആരംഭിച്ചിട്ടുള്ള പരിപാടിയിൽ ധാരാളം ഉലമാക്കൾ സംസാരിച്ചതുകൊണ്ട് അത്തരം വിഷയങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഓരോ മഹലിന്റെയും ഖാദിയായി ഇന്ന് മുസ്ലിം ഉമ്മത്ത് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒരു ഖാദി എന്ന നിലയ്ക്ക് ഒരു മഹല്ലിലെ നിക്കാഹും ത്വലാഖും, വലിയില്ലാത്തതിന്റെ നിക്കാഹും അതുപോലെയുള്ള മാറുറപ്പിക്കലും മാത്രം എന്ന ഒരവസ്ഥ ല്ലോ. ഉസ്താദ് നാളിതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഉമ്മത്തിന്റെ ഓവറോൾ ഡെവലപ്മെന്റ്, പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അതിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുണ്ട്, ആരാധനാപരമായ മസ്ജിദ് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്, മതം പഠിപ്പിക്കുന്ന സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്, ഉമ്മത്തിന്റെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനം ഉസ്താദിന്റെ നേതൃത്വത്തിൽ മർക്കസിന്റെ കീഴിലായി കർണാടക സ്റ്റേറ്റിൽ മാത്രം നടന്നിട്ടുണ്ട്. കോടിക്കണക്കിന് എന്ന് പറഞ്ഞാൽ ഒരു 10-30 കോടി രൂപയുടെ കണക്കുകൾ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. ഈ സ്റ്റേറ്റിൽ വിദ്യാഭ്യാസ, സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ആരാധനാലയങ്ങൾക്ക് വേണ്ടി, അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ ഈ നാട്ടുകാരായ ആളുകൾ അതുപോലെ തിരിച്ചും ഉസ്താദിനെ അകമഴിഞ്ഞ് സഹായിക്കുകയും പിന്തുണക്കുകയും ചെയ്ത് മർക്കസ് സഖാഫത്ത് സുന്നിയും ജാമിഉൽ ഫുതൂഹും എല്ലാം ഉണ്ടാക്കുന്നതിന് കേരളക്കാരെന്താണോ വഹിക്കുന്നത് അതേ രീതിയിൽ തന്നെ കർണാടകക്കാരും വഹിക്കുന്ന രീതിയുടെ ഇൻഷാ അല്ലാഹ് ഇത് ഈ നാട്ടിൽ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉള്ളൊരു വളർച്ചയ്ക്ക് കാരണമാകുന്ന രീതിയിൽ അല്ലാഹു തആല മാറ്റിത്തരട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബൈഅത്ത് ചെയ്യുന്ന രീതി പല രീതിയിലുണ്ട്. ഒരാള്, രണ്ടാള് വന്ന് ബൈഅത്ത് ചെയ്യുമ്പോൾ അവർ നേരിട്ട് ബൈഅത്ത് ചെയ്യുന്ന രീതിയുണ്ട്. കൂടുതൽ ആളുകൾ ഉള്ള സമയത്ത് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ബൈഅത്ത് ചെയ്യുന്ന രീതിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി
അലൈഹി വസല്ലമ തങ്ങളെ ബൈഅത്തുർ റിദ്വാനിന്റെ സമയത്ത്, അതുപോലെ ബദറിന്റെ തൊട്ട് മുമ്പായിട്ട് പല സമയങ്ങളിലായ സ്വഹാബത്ത് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലും ആ സൗത്ത് കൊടുക്കുന്ന രീതിയുണ്ട്. അറബ് രാജ്യങ്ങളിൽ ൊക്കെ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ആമായ മജ്ലിസിൽ മിസ്റിലൊക്കെ ബൈഅത്ത് ചെയ്യുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അൽഹംദുലില്ലാഹ് 80ഓളം മഹല്ലുകളുണ്ട്. ആ മഹല്ലിന്റെ കാരണവന്മാരും അധ്യക്ഷന്മാരും എല്ലാമാണ് ഇവിടെ വന്നിട്ടുള്ളത്. മഹല്ലിന്റെ ഉത്തരവാദിത്വപ്പെട്ട ആളുകളായി വന്നവർ എല്ലാവരും ഒന്ന് കൈവക്കൂ. മാഷാ അല്ലാഹ്. ഡൗൺ. അപ്പൊ ഇവിടെ വായിക്കും, ഓരോ മഹല്ലിന്റെ പേര് വായിക്കുമ്പോൾ അതിന്റെ ആളുകൾ കൈവക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിൽക്കും. ബഹുമാനരായ ജംഇയ്യത്തുൽ ഉലമായുടെ സംസ്ഥാന പ്രസിഡന്റ് മാണി ഉസ്താദ് അവർകൾ സീഗ പറഞ്ഞു തരുമ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ പറയും. അപ്പോൾ ഉസ്താദ് ഖബിൽതു എന്ന് പറഞ്ഞ് ഒന്നിച്ച് അത് സ്വീകരിക്കും. പിന്നെ ഇൻഷാ അല്ലാഹ് സന്ദർഭം പോലെ ഈ കാരണവന്മാർക്ക് വേഗത്തിൽ വന്ന് മുസാഫഹത്ത് ചെയ്തു പോകാനുള്ള ഒരു അവസരം അവസാനത്തിൽ ചെയ്യും. ഇതുപോലെ പിന്നെ എല്ലാവർക്കും സർട്ടിഫിക്കറ്റും തരും. സമ്മതമാണോ? വെരി ഗുഡ്, മാഷാ അല്ലാഹ്. അപ്പോൾ ആ നിലക്ക് കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് തന്നെ സന്ദർഭം വളരെ ചുരുക്കിയിട്ട് വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ സംവിധാനത്തിന് കീഴിൽ കോഴിക്കോട്ട് ഉസ്താദ് ഖാദി ഹൗസ്, ആ ഖാദി ഹൗസിന് കീഴിൽ കർണാടകയിൽ നമുക്കിവിടെ അടിയാറിൽ സുന്നി സെന്റർ വന്നിട്ടുണ്ട്. ഖാദി ഹൗസ് ബാംഗ്ലൂരിലും മംഗലാപുരത്തും ഖാദി ഹൗസ് അതിന് കീഴിൽ വരും. ഉള്ളാൽ ഷെരീഫ് നമ്മളുടെ കേന്ദ്രമാണ്. അതുപോലെ അങ്ങനെ പല സ്ഥലങ്ങളിലായി അതിന് സംവിധാനവും. പിന്നെ ഇന്ന് പഴയ കാലത്ത് പോലെ ബുദ്ധിമുട്ടില്ല. ഇനി ഒരു പ്രത്യേക സമയത്ത് നേരിട്ട് ഒരാളെ കാണേണ്ടി വന്ന ഇന്റർനെറ്റിൽ ക്യാമറയിൽ നേരിട്ട് കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയ കാലമാണ്. ഈജിപ്തിൽ കഴിഞ്ഞ ആഴ്ച മുമ്പ് ഉസ്താദ് പോയി വന്നതേ ഉള്ളൂ. അവിടുത്തെ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലെയും ഗ്രാൻഡ് മുഫ്തിമാർ സംബന്ധിച്ച പരിപാടിയായിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഫത്വയുടെ വിഷയത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രമാത്രം ഉപയോഗപ്പെടുത്തണം എന്നതായിരുന്നു. അപ്പോൾ ആധുനിക ടെക്നോളജികളൊക്കെ മറിഞ്ഞും വലുതായും കൊണ്ടിരിക്കുന്ന കാലത്ത് അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ഖാദി സ്ഥാനത്തെ ജനങ്ങൾക്ക് കൂടുതൽ എളുപ്പമാക്കുകയും കൂടുതൽ ഫലപ്രദമാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉസ്താദിന്റെ ഓഫീസ് അതിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാം ദുആയും പിന്തുണയും ഉണ്ടെങ്കിൽ അതെല്ലാം സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.